എല്ലാവർക്കും മാൻ ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിജയിച്ച ഒരു കോപ്പിറൈറ്റ് ക്ലെയിമിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു കോപ്പിറൈറ്റ് ക്ലെയിം, അതെങ്ങനെ ജയിച്ചു എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്ന ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഒരു മാസം മുൻപാണ് ഹരിവരാസനം എന്നൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത്. ആ വീഡിയോയിൽ പുറത്തുനിന്നുള്ള ഓഡിയോ ക്ലിപ്സോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം വീഡിയോസ് ഷൂട്ട് ചെയ്തത് ഞാനും അഖിലേട്ടനും അതുപോലെ തന്നെ ഒരു പ്രവിൽ ബ്രോയും കൂടിയാണ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തത്. ആ ഗാനം ആലപിച്ചത് അനീഷേട്ടനുമായിരുന്നു. ആ ആൽബത്തിലുള്ള വീഡിയോസിൻ്റെ സൗണ്ട് പോലും മ്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ആ വീഡിയോ എഡിറ്റ് ചെയ്തത്. ആ വീഡിയോൻ്റെ ഓഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷേട്ടൻ പാടിയ സോങ് മാത്രമാണ്. വീഡിയോ അപ്ലോഡ് ചെയ്ത് 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്രോമിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വീഡിയോൻ്റെ അനലിറ്റിക്സ് നോക്കുന്ന സമയത്താണ് സൈഡിൽ കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഞാൻ അത് ക്ലിക്ക് ചെയ്ത് നോക്കി, എന്താണ് കോപ്പിറൈറ്റ് ക്ലെയിം, ആ വീഡിയോയിൽ എന്താണ് കോപ്പിറൈറ്റ് ക്ലെയിം എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി. അപ്പോൾ വീഡിയോയിലെ കോപ്പിറൈറ്റ് ക്ലെയിമിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്താണ് കണ്ടത് വീഡിയോൻ്റെ ലാസ്റ്റ് 3 മിനിറ്റ് 53 സെക്കൻഡ് മുതൽ 5 മിനിറ്റ് വരെയുള്ള ഓഡിയോക്കാണ് അവർ കോപ്പിറൈറ്റ് ക്ലെയിം പറഞ്ഞിരിക്കുന്നത്. ഒരു സൗത്ത് ഇന്ത്യൻ മ്യൂസിക് കമ്പനി അവരുടെ ഓഡിയോ ഞങ്ങൾ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു കോപ്പിറൈറ്റ് ക്ലെയിമിന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഒന്നാമതൊരു പിൽഗ്രിംസ് പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ശബരിമല ക്ഷേത്രത്തിൽ നിന്നുള്ള പലതരത്തിലുള്ള മ്യൂസിക്കുകളും ഒക്കെ തന്നെ അതിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ വീഡിയോസിലെ ഓഡിയോ മ്യൂട്ട് ചെയ്തിരുന്നു. അതിനുശേഷം അനീഷേട്ടൻ പാടിയ പാട്ട് മാത്രമാണ് ഞങ്ങൾ ഓഡിയോ ആയിട്ട് ആ വീഡിയോൻ്റെ കൂടെ അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ തന്നെ എൻ്റെ ചില യൂട്യൂബ് ഫ്രണ്ട്സുമായിട്ട് ഞാൻ കോൺടാക്റ്റ് ചെയ്തു. എന്താണ് ചെയ്യുക, കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. അപ്പോൾ പലരും പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ ഓഡിയോ മ്യൂട്ട് ചെയ്യുക, 3 മിനിറ്റ് 53 സെക്കൻഡ് മുതൽ 5 മിനിറ്റ് വരെയുള്ള ഓഡിയോ മ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു ഡിസ്പ്യൂട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, കാരണം ഡിസ്പ്യൂട്ട് ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം ഓഡിയോ ക്രിയേറ്റ് ചെയ്തത് ഞങ്ങൾ തന്നെയാണ്, അനീഷേട്ടൻ തന്നെയാണ് പാടിയത്. അതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അതിന് പുറത്തുനിന്നുള്ള ഒരു ഓഡിയോസിൻ്റെയും ബാക്ക്ഗ്രൗണ്ട്സ്, അതായത് ഞങ്ങളല്ലാതെ ക്രിയേറ്റ് ചെയ്ത യാതൊരു ഓഡിയോയോ വീഡിയോയോ അതിലില്ല. അപ്പോൾ ഡിസ്പ്യൂട്ട് കൊടുക്കുക എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. അപ്പോൾ തന്നെ ഞാൻ ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡിസ്പ്യൂട്ട് കൊടുത്തു. ഡിസ്പ്യൂട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ സൈഡ് ശരിയായിരിക്കണം. കാരണം 100% ഷുവർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡിസ്പ്യൂട്ട് കൊടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഡിസ്പ്യൂട്ടിൽ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം തെറ്റാണെങ്കിൽ അത് നമ്മുടെ ചാനലിനെ തന്നെ ബാധിക്കും. ഡിസ്പ്യൂട്ടിൽ നമ്മൾ എന്തുകൊണ്ട് ഡിസ്പ്യൂട്ട് കൊടുക്കുന്നു എന്ന് നമ്മൾ പറയുന്ന റീസൺ 100% ശരിയല്ലെങ്കിൽ അത് നമ്മളെ ചാനൽ ടെർമിനേറ്റ് ചെയ്യാൻ വരെ കാരണമായേക്കാം. അപ്പോൾ ഞാൻ ഡിസ്പ്യൂട്ടിൻ്റെ റീസണും കൊടുത്തു. ഏകദേശം 30 ദിവസമാണ് ഡിസ്പ്യൂട്ടിന് വേണ്ടി അവർ ആവശ്യപ്പെട്ട സമയം. അപ്പോൾ 30 ദിവസം, ഈ 2 ദിവസം മുമ്പാണ് 30 ദിവസം കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് ക്ലെയിമിൻ്റെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ എന്തായാലും ഞാൻ ഡിസ്പ്യൂട്ട് ജയിച്ചിട്ടുണ്ട്. കാരണം പുറത്തുനിന്നുള്ള ഓഡിയോസും ആ കമ്പനിയുടെ പ്രൊഡ്യൂസ് ചെയ്ത യാതൊരു ഓഡിയോസും ഞാൻ എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പുറത്തു നിന്നുള്ള യാതൊരു വീഡിയോസും എൻ്റെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വീഡിയോസ് മൊത്തം ഷൂട്ട് ചെയ്തത് ഞങ്ങൾ 3 പേരാണ്. ഒപ്പം ആ പാട്ട് പാടിയത് അനീഷേട്ടനുമാണ്. അപ്പോൾ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ക്ലെയിമോ അതുപോലെ തന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിലാണ് 100% ശരിയെങ്കിൽ നിങ്ങൾ ഒരിക്കലും മടിക്കരുത്. ഡിസ്പ്യൂട്ട് കൊടുക്കാനോ അതുപോലെ തന്നെ മറ്റ് പല ആക്ഷൻ എടുക്കാനോ നിങ്ങൾ ഒരിക്കലും മടിക്കരുത്. കാരണം നമ്മൾ സ്വന്തം ക്രിയേറ്റ് ചെയ്ത കണ്ടൻറ്റാണ്. അതിന് വേറൊരാൾക്ക് കോപ്പിറൈറ്റ് ക്ലെയിമോ അതുപോലെ തന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ കൊടുക്കാൻ അനുവാദമില്ല. അപ്പോൾ നമ്മുടെ കണ്ടൻറ്റ് 100% നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്താന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരിക്കലും കോപ്പിറൈറ്റ് സ്ട്രൈക്കിനെതിരെയോ കോപ്പിറൈറ്റ് ക്ലെയിമിനെതിരെയോ ഡിസ്പ്യൂട്ട് കൊടുക്കാൻ നിങ്ങൾ മടിക്കരുത്. നിങ്ങൾ അതിനെതിരെ ആക്ഷൻ എടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യുക.